എല്ലാരും ഇല്ല. നമുക്ക് ഗുലാന്താ പറഞ്ഞു നമുക്ക് പയ്യെ എല്ലാരും റിലാക്സ് ആവും. നമുക്ക് നമ്മുടെ അഡ്വാൻറ്റേജസ് നോക്കണം. വെറുതെ വണ്ടി കുത്തിയെടുത്ത് നേരെ പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഇത് നോക്കി കളിക്കാം. എല്ലാവർക്കും ഇല്ല, ഒന്നുമില്ല. അവരോട് വന്ന് കത്തിപ്പോണ ഇഷ്യൂ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് കോമൺ എല്ലാവർക്കും വരുന്നതാണ് ഇവിടെ. സെർവറിൽ ഇത്രയും പേരുള്ളതുകൊണ്ടാ കത്തിയൊക്കെ ഇവിടെ പോകാനോ? എല്ലാരും എസ്പമ്പ് ഈ ഗ്രൂപ്പ് എസ്പമ്പ് ഫ്യൂൽ അടിക്കാനുള്ളവരൊക്കെ ഫ്യൂൽ അടിച്ചോ, ക്യാൻ മേടിച്ചൊക്കെ ഉള്ളവർ ക്യാൻ മേടിച്ചു വെച്ചോ. പാവങ്ങൾ ഇവിടെ എളുപ്പമുണ്ട്, ഇവന്മാരെളുപ്പമുണ്ട്. എല്ലാ വണ്ടിയും ജീലുവാ. അവന്മാരെ വണ്ടി ജീലുണ്ടോ? ഭയങ്കര ഡ്രോപ്പ് കേട്ടോ, ഭയങ്കര. എനിക്ക് ഡ്രോപ്പ് അടിക്കുന്നത് എനിക്ക് 4090 കത്തണം. പുതിയ വണ്ടിയും കണ്ടാണ്. ഫ്രണ്ട്സ് നമ്മൾ അക്സെപ്റ്റ് ആക്കുന്നുണ്ട്. എന്താണ് എവിടെ വെച്ചാണ് ഒരു കാര്യം അവന്മാര് ഫാക്ടറി ബാക്കിലാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് മാറി അല്ലെങ്കിൽ ടയർ അപ്പൊ തന്നെ അടിച്ചു പോയി. കുറച്ച് മാറി, കുറച്ച് ഈ റൈറ്റ് സൈഡിലേക്ക് പിടിക്കും. നമ്മളെപ്പോഴും നിൽക്കണം, മല കയറി നിൽക്കണം. അത് മതി. റേഡിയോ എല്ലാവരുടെ കോൾ പറഞ്ഞ് ഓവർലോപ്പ് ആക്കല്ലേ. കോൾ വിളിക്കുന്നവര് മാത്രം കോൾ വിളിക്കട്ടെ. എല്ലാവരും കൂടെ അലക്കല്ലേ. മാർക്കിലേക്കോ 150. എല്ലാരും ഫുഡും വാട്ടർ കഴിക്കണേ. വാക്കുകൾ ഞാൻ പറഞ്ഞാണ്. പറഞ്ഞു തുടങ്ങാം. ഇപ്പൊ നിന്റെ വണ്ടി ഏതാ? രണ്ട് മാർക്കിട്ട് കെവിന് കാർബൻ വേണോ? ഗ്രോസ് കാർബൻ വേണോന്ന് എടാ എന്താ പറയടാ, കുത്തുമ്പോ പറയണം. ഞാൻ അല്ലെങ്കിൽ എപ്പോഴും എടുത്തു. എല്ലാവർക്കും വെടിയൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നോക്കിയതേ ഉള്ളൂ. ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഫയർ ചെയ്തില്ലെങ്കിൽ പപ്പട ഇറങ്ങി ഫയർ ചെയ്ത് നോക്കും. അവന്മാരിപ്പൊ കാണാനില്ലല്ലേ? അവന്മാരെ ഫാക്ടറിയുടെ ബാക്കിലല്ലേ? നമ്മുടെ ഇവിടെ നിന്ന് പോയി അക്സെപ്റ്റ് ആക്കിയാ വിൻഡോസ് ഷഫാണോ? ഷഫാണെന്ന് തോന്നുന്നു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പിന്നിടുന്ന് കാണുന്നുണ്ടാ. ആ മലയുടെ ഏറ്റവും മണ്ടയിലുണ്ട്. ആ മലയുടെ ഏറ്റവും എടാ അവിടെ ക്യാമ്പ് ചെയ്ത് കളിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതുപോലത്തെ ഒരു മലയാണ്. അപ്പൊ അങ്ങോട്ട് കേറി പോയിടിക്കണം ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു റൗണ്ട് വക്രേഷൻ വേണേ കാണിക്കണം. വേണ്ടല്ലേ? ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് നമുക്ക്. അമ്മക്ക് അറിയാം ഇത് ഞാൻ കളിച്ചിട്ടുള്ളതുകൊണ്ട് പറയാണ്. അവിടെ ഭയങ്കര പാടാണ് പോയടിക്കാൻ. മലയാള സീൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാൻ വണ്ടി ഇടിച്ച് കളഞ്ഞാലൊക്കെ അവരല്ലേ വാറ വിളിച്ചേ. അവന്മാര് വരട്ടെ ഇങ്ങോട്ട്. ഞാനും ആലോചിക്കുന്നു ഇവര് വാറ് വിളിച്ചിട്ട് മലയമേളിൽ പിരിക്കാനാണോ പ്ലാൻ? അല്ല നമുക്ക് അങ്ങോട്ട് കൊണ്ട് ആവശ്യമില്ല. അവന്മാരാണ് വിളിച്ചത്. ഇവന്മാരുടെ മൈൻഡിൽ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ഇവന്മാരുടെ മൈൻഡിൽ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് നമ്മൾ തന്നെ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ നമ്മളെല്ലാരും മെന്റലി കുടിച്ചിരിക്കും. ഗ്രോസ് എടുത്തിട്ട് വരാൻ പറ്റാ? ഇല്ല ഞാൻ എടുത്തില്ല. ഇന്ത്യയില് ഗ്രോസ് ഉണ്ടോ? ഹിന്ദി ഇല്ലടാ, എന്റെ ഇല്ല. ഞാൻ കാർബൈന വരുന്നില്ലേ? ആരെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ പോണത്? പാസ് ചെയ്ത് സല്യൂട്ട് അടിച്ചില്ലേ?
മലയിൽ ഇറങ്ങുന്നു. വരുന്നുണ്ട്. ആ കേറ. ഇറക്കി നിർത്തുവാണ്. ആ വണ്ടി ടയർ അടിക്കാൻ റെഡി ആയിക്കോ കേട്ടാ. ഞാൻ കൊണ്ടുവരാവേ. ടയർ അടിച്ച് പറ്റില്ലേ? അത്ര ഇല്ലടാ. ഇറങ്ങുവാണ്. നീ കേറി. കേറ് വണ്ടി കേറ്. താഴ്ചൂടെ വരുന്നോന്നെ നിങ്ങൾ നോക്കണേ. വണ്ടി കയറി. എന്താണ് ടയറൊക്കെ പൊട്ടി. അവർ ടയറൊക്കെ പൊട്ടി. നേരെ പോണേ. കെവിൻ അടിച്ചു. റിപ്പയർ ചെയ്യുന്നേ ഷോപ്പിന്റെ പിച്ചു കൊടുത്താൽ അവിടെ പറക്കൂടാ. അത് അവർ റിപ്പയർ ചെയ്യുക. വണ്ടി എടുത്തു. ഒരു വണ്ടി എടാ യൂട്യൂബ്സിന്റെ അവിടുത്തെ ബാക്കിലത്തെ മറ്റേ ഇവിടോട്ട് വണ്ടി റിപ്പയറിന്റെ അവിടെ കുത്തണേ ഞാനേ. എടാ കേറ്. ആ വണ്ടി അവർ ഇടിച്ചു. തിരിച്ച് നമ്മുടെ മല പിടിയിടാ. തിരിച്ച് മല പിടി. കെവിൻ കത്തി പോയിക്കാം. കെവിൻ കത്തിയത് ഇവിടെയാണ്. ഈ ഭാഗത്താണ്. മറ്റേ മലയൊന്നും എടുത്ത് വെക്കാം നമുക്ക്. തിരിച്ച് മല വേണം. നമ്മുടെ കോളയൊക്കെ ലാസ്റ്റ് കോള്. കെവിൻ ഞാൻ ഈ മലയിലുണ്ട്. കെവിൻ എവിടെ വെച്ചടാ കത്തിയ? അതൊന്ന് കെവിൻ എഫിന്റെ അടുത്ത പാലത്തിന്റെ അടി. അവന്മാര് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ മലയിലേക്ക് വന്ന യൂട്യൂബ്സിന്റെ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ ആംഗിളില് ക്ലോസ് ആംഗിളുണ്ട്. ഇവിടെ ഉണ്ട്. അന്നത്തെ പോലെ അവിടെ ഇങ്ങനെ എത്തിക്കുത്തി നോക്കുന്നുണ്ട്. അവിടെ ഇറങ്ങി നിൽക്കും. അവന്മാര് അവന്മാരുടെ 5 വണ്ടി ഇവിടെ ഒരു വണ്ടി ഉണ്ട്. കറക്റ്റ് ഇവിടെ. എടാ ഒരു വണ്ടി ഇവിടെ കൊണ്ട് കുത്തും. ഞാൻ മാർക്കിട്ടുണ്ട്. ഇവിടെ കൊണ്ട് കുത്തും. ഒരു വണ്ടി അവിടെ കൊണ്ട് കുത്തും. രണ്ടുപേരും അവിടെ കയറിയിരിക്കും. ഞാൻ സൈഡ് വഴി ഇറങ്ങണം. പ്രതീക്ഷ കളിക്കാവോ? എപ്പോഴേ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ അത് വലിയ പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാരും വണ്ടി ഇട്ട് ഞാനിട്ടുണ്ടാവും. വണ്ടി പോകണ ബൈക്ക് അല്ല അത് വണ്ടി. നിങ്ങൾ ഡ്രൈവർ ഇറങ്ങില്ല കേട്ടോ. അടിക്കുമ്പോ അവിടെ പുഷ് വരുവാണെങ്കിൽ പറയണേ. വണ്ടി നോക്കണം. എന്താ പോയാ? ഇല്ല എന്റെ കണ്ണീന്ന് ബുള്ളറ്റ് ഒന്നുമില്ല. എടാ നീ ഹെൽപ്പ് ഇട്. നിനക്ക് വെടിയിക്കാൻ പറ്റുന്നില്ല കെവിനെ? ഞാൻ ഇവിടെ വെടിയിക്കാൻ പറ്റുന്നില്ല. ആ പറ മെസ്സേജ് പറ. ഞങ്ങളെ പുഷ് തിരിച്ച് പൊസിഷൻ വരുന്നേ. ഞങ്ങളെ പുഷ് ചെയ്യുന്ന മറ്റേ ഓക്കെ മലെടുക്കും. യൂട്യൂബ് പോകുന്നേ. റോഡ് സൈഡ് റോഡിലെത്തിയ മലയിൽ ഇറങ്ങടാ. മല ഒരാൾ ഇറങ്ങടാ. പയ്യെ വരും അമ്മമാര്. നമ്മുടെ മലയിലേക്കാ പോണത്. ഗുണമില്ലടാ ആ മലയിൽ പോകാൻ. അവന്മാര് നമ്മുടെ മലയിലെത്തി. അമ്മാര് വരട്ടെ. അമ്മാര് എടുത്തോട്ടെ. നമുക്ക് അടിച്ചെടുക്കാതെ. എടാ ഇവിടെ ഒരു വണ്ടി. അത് തന്നെ അവിടെ കയറി യൂട്യൂബിന്റെ അവിടെ റൈറ്റ് സൈഡ് കണ്ടാ ഇറങ്ങിയോടാ. എഫിന്റെ അവിടെ അമ്മാരുടെ വണ്ടി കണ്ടാ. അവിടെ അവര് ബാക്ക് കറങ്ങുന്നെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അതെന്താ ഞാനൊരു കാര്യം പറയട്ടെ. മലയുടെ മണ്ടയ്ക്ക് 2 വണ്ടി നിക്കണേ നിന്നു എന്റെ അഭിപ്രായത്തിൽ. നിക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടി കയറുന്നുണ്ട്. എന്റെ ടയർ പൊട്ടി. ഞാൻ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് നീ റിപ്പയർ ഇട്ടോ.
അവന്മാരെ എങ്ങോട്ട് കടത്തി വിടല്ലേ? അവന്മാർ ഇവിടെ കുത്തിയ അങ്ങോട്ട് അവന്മാരെ സൈറ്റ് ചെയ്യിക്കല്ലേ മാറും. എടാ സ്പ്ലിറ്റഡ് ആണ് പിങ് ചെയ്തിട്ടുണ്ട് നീ ഞാൻ. റിപ്പയർ ചെയ്യാൻ പോകുന്നിടത്ത് ഞങ്ങളെല്ലാം വരട്ടെ. നമ്മളിവിടെ അതിന്റെ മണ്ടയിൽ അവന്മാര് ഇറങ്ങി വരുന്നുണ്ടോ? നമ്മൾ അമ്മറ പറകിലെത്താ വരട്ടെ വരുമ്പോഴത്തേക്ക് നേരെ റോഡിലോട്ട് വന്നാൽ മതി എല്ലാവരും. 3 വണ്ടി ബാക്കി ഒരു വണ്ടി ഞാൻ ഇറ്റാച്ചിയുടെ വണ്ടി അല്ലാതെ അല്ലല്ല ഇറ്റാച്ചിയുടെ വണ്ടി അല്ലാതെ ഒരു വണ്ടി എത്തിയെന്ന്. വണ്ടി ഞാനുണ്ട് ബാക്കില്. അവന്മാർ ഇവിടെ ഉണ്ട് ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. അവന്മാര് ഇവിടെ കുത്തും നിങ്ങൾ അവിടെ നിന്ന് അടി കിട്ടും. എടാ ഞാൻ പറഞ്ഞേക്ക് എടാ ഒന്ന് കേക്ക് കിട്ടൂലോ. പവർ പ്ലാന്റ് വഴി നമുക്ക് കറങ്ങി കയറാം. ആ സൈഡിൽ സൈഡില് പപ്പടത്തിന്റെ വണ്ടിയുണ്ട്, ഞങ്ങളെ വണ്ടിയുണ്ട്. അങ്ങോട്ട് ഞങ്ങള് വരട്ടെ, നമുക്ക് അതുവഴി കയറാം. ഞങ്ങളെ കണ്ടിട്ടില്ല, കാണാൻ. ആ എന്നാ വാ. അവന്മാർക്ക് അറിയാം പപ്പടത്തിന്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനൊരു കാര്യം പറയണേ, ഇറ്റാച്ചിയുടെ വണ്ടി റിപ്പയർ ചെയ്ത് തിരിച്ചു വന്നോ? ഓക്കെ ഇനി എല്ലാരും ഒന്ന് റേഡിയോ ഒന്ന് ചില്ലായിട്ട് ഒന്ന് റീഗ്രൂപ്പ് ആയിട്ട് ഒന്ന് ചില്ലായി റേഡിയോ ഒന്ന് സ്നൈപ്പിന്റെ വണ്ടി റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാട്ടാ. സ്നൈപ്പിന്റെ വണ്ടി റിപ്പയർ റിപ്പയർ ചെയ്യണമെങ്കിൽ റിപ്പയർ ചെയ്യാം. റീഗ്രൂപ്പ് ആയി റിപ്പയർ വേണം. എല്ലാ വണ്ടി വന്നേ വന്നേ. എടാ എന്നാ ഒന്ന് റിവ്യൂലൊക്കെ ഒന്ന് ചെയ്ത് സെറ്റ് എല്ലാരും റീഫ്യൂൽ ചെയ്ത് റീഗ്രൂപ്പ് ചെയ്യാം. എല്ലാരും വന്നേ എല്ലാരും കൂടി ഇറങ്ങിക്കല്ലോ. ഒരു വണ്ടി ആദ്യം പോയി റീഫിൽ ചെയ്യും. നമ്മള് സൈഡിൽ എല്ലാരും കൂടെ ഇറങ്ങിക്കരുത്. മെയിൻ സ്റ്റാൻഡ് പോയാലോ? എന്നാ ഇവിടെ എന്നാ സ്റ്റോർ എല്ലാരോടും ഇറങ്ങിക്കല്ലേ ഇറങ്ങിക്കിട്ടെ. അവര് ഒറ്റയടിച്ച് വരുന്നത് പെട്ടെന്ന് കൈന്നടിക്കാണ്. അടിച്ചടിച്ച് കൈ കേറണ്ടാ എന്നാലും അവന്മാരിപ്പോഴും വിൻമില്ലുണ്ട്. നമ്മളിങ്ങോട്ടാണോ പോണേ? എടാ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയൊക്കെ പൊക്കോ, അതിന്റെ പുറകെ അങ്ങ് വന്നോളാം. ആരാന്ന് വെച്ചപ്പോ മാർക്കിടുന്നുണ്ടോ? അവന്മാർ ആ ആംഗിളിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ആംഗിളിലേക്ക് വരുന്നുണ്ട്. എടാ എന്നാ ഇവിടെ ഇറങ്ങിക്കാം. ഇവിടെ ഒരു വണ്ടി ഉണ്ടോ? തൊട്ട് ക്ലോസിലുണ്ടോ? നമ്മൾ അവിടെ ഇറങ്ങിയ വീഡിയോ റിഡ്ജ് ആണ്ട്രാ. മനസ്സിലായി. ഇവിടെ ഇറങ്ങിയ ഇറ്റാച്ചി റൈറ്റ് ഇറങ്ങിയല്ല, ചെറുതായിട്ടൊന്ന് റൈറ്റ് ഇറങ്ങിയല്ല. അമ്മര് വന്ന വഴി റൈറ്റ് അങ്ങോട്ട് കയറില്ല. ടോപ്പിൽ പോലെ ടയറ് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഇവിടെ ഒരു വണ്ടിയെ എടാ ഈ സൈഡിൽ നിന്നെടാ വണ്ടി പിടിക്കുക. അടിച്ചോ പണ്ടവന്മാരെ അവിടെ എല്ലാവർക്കും കുത്തു വേറൊരു വണ്ടി ഇടിക്കാൻ വരുന്നുണ്ട്. വണ്ടികൾ വണ്ടി ഇടിച്ചാളാണ്. ഡ്രൈവേഴ്സ് വണ്ടി തന്നെ ഡ്രൈവേഴ്സ് വണ്ടി തന്നെ പറഞ്ഞാള്. ഡ്രൈവേഴ്സ് വണ്ടി തന്നെ വണ്ടി എടുത്തു. അവന്മാർ ഇറങ്ങി, ഒരു വണ്ടി ഇറങ്ങി അവിടെ. വണ്ടിയുടെ ഞാൻ പറഞ്ഞേ
എടാ നമ്മുടെ ഇവിടെ കുത്തി സപ്പോർട്ട് വേണം. വണ്ടി പെടുന്നത് മാഡി ഡൗൺ ആയി. കേറി അടിക്കാം അവന്മാര് കേറി എടാ ഇവിടെ ഫ്രണ്ടിലോട്ട് ബാക്കപ്പ് പോണേ. എന്റെ അടുത്ത് ബാക്കപ്പ് പോണേ. വണ്ടിയുടെ ബാക്കപ്പ് പോകണം ബാബാ ഇങ്ങോട്ടാ അടി നമ്മളാടാ വണ്ടി കുത്തിയ എല്ലാരും വണ്ടിയുടെ എനിക്ക് സപ്പോർട്ട് വേണേ. ഇവിടെ മാർക്കില്ല കുത്തിയടിയാണേ. ഈ കാറിലാണ് ഇവിടെ ഫ്രണ്ട് ഞാൻ പോണേ അവൻ വണ്ടി എടുത്തേ നമ്മളെ വണ്ടി റീഫ്രഷ് ചെയ്തോട്ടെ അണ്ണാ ബാക്കിലൊരു വണ്ടി കിടപ്പുണ്ട് ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് ബാക്കിലേക്ക് എവിടെ ബാക്കിൽ വണ്ടി ഇവിടെ ആ മല വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഞാൻ എടുത്തോണ്ട് ഒരു വണ്ടി അങ്ങ് സാൻഡി മറ്റേ സിറ്റി സൈഡ് പോവോ. ഞാൻ ഇവിടെ മറ്റേ യൂട്യൂബ് സൈഡ് പോവാണേ അമ്മ നോക്കാൻ. എല്ലാരും വന്നിട്ട് ഒരുമിച്ച് ഇറങ്ങി അടിക്കാൻ. അത് കണ്ടുപിടിക്കട്ടെ വണ്ടി എവിടെയാണ് പോയെന്ന് കണ്ടുപിടിക്കട്ടെ. യൂട്യൂബ് നിൽക്കുവാണേ. ഞാനാണ് യൂട്യൂബ് ഉള്ളത്. പോടാ കയ്യിൽ നിന്ന് പോണേ. മല തന്നെ കേറും. മോട്ടലിൽ പോയി നോക്കാം. മോട്ടലിൽ സ്ഥിരം പോണ സ്ഥലല്ലേ മോട്ടലിൽ അവിടെ പോയി നോക്കാം. അവിടെ അവന് ഇടിച്ചു തന്നെ കൊല്ലു. നിങ്ങളാണോ? അതിന്റെ മണ്ടയിലുണ്ട്. എടാ കേറാ ഇവിടെ ഈ മാർക്കറ്റിൽ എത്ര പേരുണ്ടോ ഒരുത്തനുള്ളൂ. ഇതിന്റെ മണ്ടൊക്കെ ഉറപ്പാണോ? ബാബാ എല്ലാം കൊല്ലല്ലടാ. വെടിയേക്കില്ല എവിടെ ഉള്ളേ? എടാ ഇടിച്ചോലടാ ഇടിക്കടാ. അത്ര ഇടി തീർന്നു അതാരടിക്കണ വേറെ വേറൊരു വെടി വെച്ചേ അവിടെ ഞാൻ പറഞ്ഞ ഈസ്റ്റില് ടി വി രണ്ട് ഇവിടെ കുത്തി വണ്ടി ഇടിക്കുമ്പോ അവൻ മറിക്കാൻ നോക്കാം. ഏലക്ക വണ്ടി വെച്ചിട്ട് മറിക്കാൻ നോക്കാം. അതിനെ മറിക്ക് നേരെ പമ്പിന്റെ അവിടെ നിന്ന് വെള്ളത്തിൽ ചാടിയ എവിടെ നിന്ന് പയ്യെ കുറിച്ചാ അങ്ങനെ പോലെ ഇടിച്ചു വന്നിട്ടൊക്കെ പോവാം. പിന്നെ താണ്ട് പോണ്. ഫ്രണ്ടിൽ അമ്മര് ഇപ്പം മറ്റേ റിപ്പയറിന്റെ അവിടെ പോയതാണ്. ഇങ്ങോട്ട് പോയി നമ്മുടെ വണ്ടി ആ ഓക്കെ കണ്ടു.
നമ്മളെ വണ്ടിയിൽ എല്ലാത്തിന്റെ ടയർ ഒട്ടിക്കടാ ബോണറ്റ് ഇറങ്ങിയ വണ്ടി ടയർ ഇതല്ലടാ റെയിൽവേ പാളം വഴി അങ്ങ് പോകുന്നുണ്ടോ സൈഡിൽ മെയിൻ റോഡിൽ പോകുന്നത് ഏറ്റവും ഫ്രണ്ടിലുള്ള ഫസ്റ്റ് ലീഡ് ചെയ്യുന്ന വണ്ടി. ഇവനാണേ അനുകൂലിയോ അതെന്തൊരു പിങ്ങുണ്ടോ അവന് അതെന്താ അനുകൂലി ഒരു സ്റ്റാൻഡ് പമ്പ് വരുന്നുണ്ടേ ഒരാൾ ഇറങ്ങുന്ന അവനെ കിട്ടും കേട്ടോ അവൻ ഓടിച്ചു കളിക്കുക ഒരുത്തന്നല്ലേ ഉള്ളൂ. അവനെ പാനിക് ആക്കലടാ, ഒറ്റയ്ക്ക് എന്തോ പേടിച്ചതാ പാനിക് ആക്കല അവനെ. എന്നാ പാനിക് ആക്കുന്നു. ഇറങ്ങി ഇറങ്ങിയില്ല, അത് നമ്മളെ പിള്ളേരാ. ഇവിടെ ഇറങ്ങി ഇല്ല ഇറങ്ങിയില്ല. നേരെ പോണു ജിയിലേക്ക് മാർക്ക് ചെയ്തടാ. ഹലോ നമ്മുടെ സാൻഡി സിറ്റിയുടെ അവിടെ ഇറങ്ങിക്കോണേ സാൻഡി ഗരാജ് സാൻഡി ഗാരേജ് നേരെ പോകുന്നു നേരെ പോണു വഴി അവിടെ നിന്ന് തിരിച്ച് മോട്ടലിനെ അങ്ങോട്ട് പോകും. ഞാന് സ്റ്റാൻഡി പമ്പ് ഇറങ്ങിപ്പോണ്ടേ ഇവിടെ ഒന്ന് ഞാൻ അടിച്ചോളാം. അവിടെ തിരിച്ച് മോട്ടലിന്റെ അവിടെ എത്താറായി. മോട്ടലിന്റെ എത്തി നമ്മളെ പറ്റുമെങ്കിൽ നമ്മളെ വണ്ടിയുടെ ഇതൊന്ന് തുറക്കാൻ പറ്റുമോ? ആ വണ്ടിക്ക് എടാ ഒരു ഡോറും പൊളയാത്ത വണ്ടിയാണത്. ആ അല്ലല്ല തിരിച്ചു തന്നെ ഈ മല എങ്ങോട്ട് സ്റ്റാൻഡി പമ്പാണോ? അല്ലല്ല മോട്ടലിന്റെ ആ ഭാഗത്തായി. ആ ഭാഗത്തായിട്ട് വരും. ഇവിടെ ആയിട്ട് വരും. ഞാൻ മാർക്ക് ചെയ്യാം. സ്റ്റാൻഡി പമ്പിൽ ഞാൻ ഇറങ്ങിപ്പോണ്ടോ അപ്പൊ പറഞ്ഞു സാൻഡി പമ്പിലോട്ട് വരുമ്പോൾ ഞാൻ കോൾ പറയാം. അവൻ ഇവിടെ പൊട്ടിത്തെറിപ്പിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നുണ്ടേ. ഇല്ലടാ അവൻ തിരിച്ചു പോയി. അവൻ നേരെ സാൻഡിയിലേക്ക് വരുന്നത്. പക്ഷെ ആ ബാക്ക് സൈഡിൽ കൂടെ ആയിരിക്കും പറഞ്ഞേട്ടാ. മോട്ടൽ അവൻ മാറി അവിടെ നല്ല വരും. ആ തിരിച്ച് സാൻഡിയിലെ ഇവിടെ എന്തോ ഉണ്ട്. എടാ ഓക്സി എലേട്രാ ആരും വെട്ടി കത്തി വെച്ച് അടിക്കില്ല, കൈകൊണ്ട് ഇടിച്ചു കൊല്ലണം അവനെ. വെട്ടെത്തി ഒരാൾ പോയി അടിച്ചു അവനെ മാർക്കടാ യൂട്യൂബ് റിപ്പയർ ആക്കിയോ? ഇല്ലല്ലോ. ഇല്ല ആ യൂട്യൂബ് ലോഡ് കയറിയേ വണ്ടിയുടെ ടയർ അടിച്ചു പൊട്ടിച്ച വണ്ടി ഇറങ്ങിട്ട് ആ ടയർ ഓട്ടിക്കാൻ പറ്റരുത് വണ്ടി. നമ്മളെ തോന്നുന്നത് കേട്ടാ മതി. വേറെ ഇവ എന്താ ഇടിച്ചോണ്ട് പറ്റൂലോ ഇവര്? അവന്റെ വണ്ടി പറഞ്ഞു. ഇല്ല പിടിച്ചിട്ട് ഫുൾ ടയർ പൊട്ടിച്ചാൽ മതി. തല്ലണ്ട അടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ടയർ അടിച്ചു പൊട്ടിച്ചവന്റെ ടയർ മാത്രം പൊട്ടിച്ചത്. നിങ്ങൾ ബാക്കിയുള്ളവരെ പറഞ്ഞ ഏതെങ്കിലൊക്കെ വണ്ടിയിൽ കയറി വാ. എന്തല്ലേ നമ്മുടെ രണ്ടുപേരും തമ്മിൽ വെടിവെച്ച് എത്തും കേട്ടാ. പോടാ. ഇല്ല ഡൗൺ ഒന്നും ആയില്ല. നമ്മളായിരുന്നു. ഞാൻ അവിടെ തറ നക്കി കിടന്നാടാ. എടാ അവന്റെ വണ്ടി ഇവിടെ ഉണ്ട്. പിന്നെ എയർഫീൽഡ് എയർഫീൽഡിനകത്ത് കയറിയേ. അവിടെ മറ്റേ വൺവേ അടിക്കാനാണ് പരിപാടി. എടാ ഇത് കണ്ടെടുത്തോണ്ട് 5-6 പേരെടുത്ത് എന്ത് വണ്ടി പിടിക്കുമേ? സത്യമല്ലേ? അവ 7 പേരെ അങ്ങ് കൊല്ലണം. അവൻ എയർഫീൽഡ് ഓടിച്ചു കളിക്കും. അവ ഊമ്പണം. അല്ല ഇവന്റെ വണ്ടി പെട്ടെന്ന് തീരത്തില്ല കളിയാ. ഇന്നെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ടേ. എവിടെ കറക്റ്റ് എയർഷിപ്പിന്റെ മീറ്റിംഗ് ഏരിയയില്ല അവിടെ ഉണ്ട് പോവാൻ. ആ കണ്ട് പിടിച്ചോളാം. ആ പമ്പ് പമ്പ് കയറിയടാ മൊണ്ണ. ഇല്ല അത് പമ്പ് പൊട്ടത്തില്ല, അതുകൊണ്ടറിയും. അവിടെ മാറി പോയാ. അവൻ എങ്ങനെയും ഒന്ന് ചത്താ മതിയാ. പമ്പ് പൊട്ടിത്തെറിച്ചോ തലയിൽ അണ്ടി വീണോ എങ്ങനെയും അടിയൊന്ന് ചത്താ മതി. ഈ വെട്ടുകൊണ്ടി ആവുന്നതിന് ആരത്
ലോക്കായോ എന്താ മൊത്തം hero അടിച്ചിട്ട്. പിടികളാവലെന്ന് എനിക്ക് വെറുപ്പ്. എടാ നിങ്ങളെവിടെ ഇവിടെ ആ കണ്ടു ദോ പോണെ. എടാ എടാ നമ്മളെ ഞങ്ങളൊരു വണ്ടി 2 വണ്ടി ആൾക്കാരെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. ആ നമ്മളെ കൂട്ടത്തിലുള്ള ഇപ്പൊ കറക്റ്റ് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഈ ഹൈലോ ട്രാക്ക്. ഇത് മറ്റേ സാൻഡി ഗൺഷോപ്പടാ സാൻഡി ഗൺ ആ മൂല കയറ്റി ഇവിടെയൊക്കെ കയറ്റണം അടിച്ചു പോകാൻ വേണ്ടിട്ടാണ് വെള്ളത്തിട്ട് അത് നീന്തി പോടാ വേറെ ഏതെങ്കിലും കരയെ പോകും നീന്തി പോകുന്ന അവന്റെ പുറകെ പോവില്ല പോയാ അവനെ വെള്ളത്തിട്ട് പണ്ണു ഞാൻ അതിന്റെ ഇടിച്ചിടിച്ച് എന്റെ ആർമർ പോയി. ആരുവൻ ടൈമിങ് കേട്ടോ ഇതിന്റെ എടാ ഒരു വണ്ടി എനിക്ക് താടാ ഞാൻ ഇവനെ പിടിച്ചു തരാം ചുമ്മാ ഇത് നമ്മുടെ വണ്ടി തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അതായത് ഇത് അവന്റെ കിട്ടിയപ്പോ കിടില വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല കേട്ടാ. അത് 4 ടയർ പോയിട്ട് അവൻ ദൈവം അവനൊരു ജീവിതം വണ്ടി ഓടിക്കാൻ കൊള്ളാം. അൺലിമിറ്റഡ് ഫ്യൂലും ഉണ്ട് അവന്. എടാ ഞാൻ അവനെ റിക്രൂട്ട് ചെയ്യാൻ പോടെ കേട്ടോ. ഇവിടെ ഇപ്പൊ കറക്റ്റ് എവിടെ ബാക്കിൽ പമ്പ് അവന്റെ പെട്രോള് തീർന്നടാ വണ്ടിയുടെ പെട്രോള് തീർന്നു ഇറക്കല്ലേ ഇറങ്ങത്തില്ല ഇറങ്ങി നെല്ലിക്ക തൂറ് കേട്ടാ തൂറ് അപ്പൊ തീർന്നേ എടാ നമ്മളെ വണ്ടി ഇങ്ങനെ മറിഞ്ഞതാണ് കേട്ടാ നോക്കി വെച്ചേരാ പോയിന്റ് കേട്ടാ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കുട്ടികളെ എടാ മാസോണ്ട് ചെത്താടാ അണ്ണനെ കൊന്നത് ആൾക്ക് അണ്ണനെ കൊന്നടാ അത് അറിയാണ്ട് ഫയലിന്റെ നോക്കാതാ ക്ഷമിക്കണം എടാ എന്നെ ഇടിച്ചവൻ ആരാണോ അവനെ ഇത് ചെയ്യും. എന്നെ ഇടിച്ച് കൊന്നു കളഞ്ഞെ. എന്നെ കൊന്ന് പറഞ്ഞ് ഇടിച്ചു വന്നാ മതി. GG boys, well played. വില്ലുമൻ കിൽ ഹംഗ്രി ആയതാണ് അത്രേ ഉള്ളു.